ലോട്ടർ ബ്രണ്ണൻ യാത്രയുടെ സെക്കൻഡ് പാർട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രമൽബാക്ക് എന്ന് പറയുന്ന വാട്ടർഫോളിലാണ്. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മളിവിടെ വെച്ചിട്ടാണ് അവസാനിപ്പിച്ചത്. ഇതൊരു വലിയ വാട്ടർഫോളാണ് കേട്ടോ. ഒരു വലിയ പാറക്കെട്ടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു മലയുടെ ഉള്ളിൽ തന്നെ പറയാം ഉള്ള ഒരു വാട്ടർഫോളാണ് ഈ ട്രമൽബാക്ക് എന്ന് പറയുന്ന വാട്ടർഫോൾ. ആ വെള്ളം വരുന്ന സൗണ്ട് നിങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാം അതിൻ്റെ ഫോഴ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നല്ല ഫോഴ്സിലാണ് കേട്ടോ വെള്ളം വരുന്നത്. പെർ സെക്കൻഡിൽ ഏകദേശം 20,000 ലിറ്റർ വെള്ളം ഇതിലൂടെ ഒഴുകുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ചെറുതായിട്ട് പേടിയൊക്കെ വരും കേട്ടോ. കാരണം അത്രയും പാറക്കെട്ടുകളുടെ ഉള്ളിലാണ് ഈ ഒരു ഫോള് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളായിട്ടൊന്നും നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് യാത്ര ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതായത് സ്റ്റോളറൊക്കെ ആയിട്ട് നമുക്ക് കയറാനോ അതിനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് കണ്ടോ, ഈ ഒരു ലിഫ്റ്റ്. ഇത് നമുക്ക് ഈ പാറക്കെട്ടുകളുടെ ഉള്ളിലൂടെ നമുക്ക് ഇതിൻ്റെ ടോപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഫെസിലിറ്റിയാണ്. ഒരു 35 ആൾക്ക് വരെ ഒരേ ടൈമിൽ നമുക്ക് ഇതിൽ സഞ്ചരിക്കാൻ പറ്റും. ഈ പാറക്കെട്ടുകളുടെ ഉൾഭാഗം കണ്ടുകൊണ്ട് തന്നെ ഈ ഗ്ലാസ് ഇട്ട റൂഫിലൂടെ നമുക്ക് ഇത് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് മുകളിലോട്ട് കയറാം. നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. ചെറുതായിട്ട് പേടിയൊക്കെ തോന്നും നമുക്കിതിൽ പോകുമ്പോൾ. പക്ഷേ എന്നിരുന്നാലും നല്ല സേഫ്റ്റിയാണ്. അതൊരു ലിഫ്റ്റിനൊരു ഓപ്പറേറ്റർ ഉണ്ട്. നമ്മളതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളായി കഴിഞ്ഞാൽ അവർ നേരെ മേലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും ഈ ലിഫ്റ്റ് വഴി. നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ഈ ലിഫ്റ്റിലെ യാത്ര. അങ്ങനെ നമ്മൾ മേലെ എത്തിയിട്ടോ, ഏറ്റവും ടോപ്പിൽ. ഇതാണ് ഇതിൻ്റെ ടോപ്പ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. നമ്മുടെ ലോട്ടർ ബ്രണ്ണൻ വാലിയുടെ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നല്ല രസമാണ് കേട്ടോ. കയറാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ലിഫ്റ്റിൽ കയറാം. കഴിഞ്ഞ് ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ നമുക്ക് വേണമെങ്കിൽ ലിഫ്റ്റിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് നടന്ന് കയറാനുള്ള വഴിയുണ്ട് കേട്ടോ. അങ്ങനെയും കയറാം. നമ്മൾ പിന്നെ ലിഫ്റ്റിലാണ് കയറിയത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള വ്യൂ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് നടന്നു പോയാൽ നമുക്ക് വീണ്ടും വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു ഭാഗം കാണാം. കുറച്ചും കൂടി ഉയരത്തിൽ നിന്നുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും. പക്ഷെ ഇതിലൂടെയുള്ള നടത്തം കുറച്ച് ഡേഞ്ചറസ് ആണ് കേട്ടോ. ചെറുതായിട്ട് നമുക്ക് പേടിയൊക്കെ ആവും. കുട്ടികൾക്ക് ദേവടിക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു കൂടെ നടക്കാൻ. കാരണം ഒരു സൈഡ് മാത്രമേ ഉള്ളൂ പാറക്കെട്ട്, മറ്റേ സൈഡ് നമുക്ക് നേരെ താഴോട്ടാണ്. ചെറിയൊരു 2 കമ്പികളുടെ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ സേഫ്റ്റിയാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഇതാണ് ഏറ്റവും ടോപ്പിലെ, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പിലെ കാഴ്ച. നമ്മളവിടെ കയറിയിട്ട് ഇതുപോലെ ഈ ഒരു സ്റ്റെപ്പ് വഴി താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് നമുക്ക് ആ വെള്ളച്ചാട്ടം കുറച്ചും കൂടി അടുത്ത് നിന്ന് കാണാം. ഒഫീഷ്യലി ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 140 മീറ്ററാണ് കേട്ടോ. ഇത് ഐസ് മെൽട്ടായിട്ട് വരുന്ന വാട്ടറാണ്. ഈ വാട്ടർഫോളിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ്. പിന്നെ വിസിറ്റേഴ്സിന് ആക്സസിബിൾ ആയിട്ടുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ സബ്ടെറൈൻ വാട്ടർഫോളാണിത്. അങ്ങനെ കുറച്ച് പ്രത്യേകതകളോട് കൂടിയിട്ടുള്ള ഒരു വാട്ടർഫോൾ ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ ഇവിടുത്തെ ഈ ടണൽ ലിഫ്റ്റ് സിസ്റ്റം 1913 ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തത്. ഇവിടുത്തെ മെയിൻ സീസൺ എന്ന് പറയുന്നത് ഏപ്രിൽ ടു നവംബർ ആണ്. വിൻ്ററിൽ മോസ്റ്റ് പ്രോബബിളി ഇത് ക്ലോസ് ചെയ്തിടാനുള്ള പതിവ്. കാരണം ഐസ് ഫോളും കാര്യങ്ങളൊക്കെ ആയിട്ട് സേഫ്റ്റി റീസൺസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഓപ്പൺ ചെയ്യാറില്ല. ഏപ്രിൽ ടു നവംബർ ആണ് ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ വെള്ളച്ചാട്ടം കണ്ടിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. താഴോട്ട് ഇറങ്ങുമ്പോൾ ഒരു കാഴ്ച എങ്ങനെയാണ്, ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ മുകളിൽ നിന്ന്. അവിടെ ഒരു ഫ്ലാഗ് ഇരിക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ നമ്മളിനി താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ലിഫ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇതാണ് കേട്ടോ ലിഫ്റ്റിലോട്ട് കയറുന്ന എൻട്രൻസ്. ആ പാറകളൊക്കെ കണ്ടോ പിന്നിലുള്ളത്, ഭയങ്കര ഹെവി ആയിട്ടുള്ള പാറകളാണ്. ഇത് തുറന്നിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ. അപ്പോൾ അതിൻ്റെ കുറേ ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കേണ്ടവർക്ക് പോസ് ചെയ്തിട്ട് വായിക്കാം കേട്ടോ. താഴോട്ട് ഇറങ്ങുകയാണ്.
അങ്ങനെ വീണ്ടും നമ്മൾ ആ എൻട്രൻസിലെത്തി കേട്ടോ. ട്രമ്മൽ ബാക്കിൻ്റെ എൻട്രൻസിലെത്തി. അവിടെ നിന്ന് ബസ് കിട്ടി. നമ്മൾ ബസ് കയറിയിട്ട് ഇനി നമ്മൾ വീണ്ടും ലോട്ടർബ്രണ്ണൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. അവിടെ നിന്നാണ് നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകേണ്ടത്. അതിന് മുമ്പ് നമുക്ക് ഫുഡ് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. കാരണം നമ്മൾ ലോട്ടർബ്രണ്ണനിലെ 2 വാട്ടർഫോൾസ് കണ്ടു, ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ലോട്ടർബ്രണ്ണനിലെ അടുത്തൊരു ബെസ്റ്റ് പ്ലേസിലോട്ടാണ് കേട്ടോ. നമ്മൾ അടുത്തൊരു ലൊക്കേഷനിൽ എത്തിയിട്ടോ. ഇവിടെ കേബിൾ കാർ ഉണ്ട്. നമ്മൾ കേബിൾ കാറിൽ ടോപ്പിലോട്ട് പോകാമെന്ന് വിചാരിക്കണം. അത് അവിടുത്തെ അടുത്തൊരു ഫേമസ് ഡെസ്റ്റിനേഷനാണ്. നമ്മൾ അതിൻ്റെ ടിക്കറ്റ് നോക്കട്ടെ. അപ്പോൾ ഇതിലൂടെയാണ് കേട്ടോ നമ്മൾ കേബിൾ കാറിൽ കയറാൻ വേണ്ടി പോവുക. മ്യൂറൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അത് ടോപ്പിലാണ്, ഒരു മൗണ്ടൈൻ്റെ മേലെയാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ കേബിൾ കാറിലാണ് പോവുക. അപ്പോൾ നമുക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മുടെ കയ്യിൽ സേവർ ഡേ പാസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിതിന് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. മ്യൂറൻ വരെ പോകാൻ ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ മേലേക്ക് വേറൊരു ഏരിയ ഉണ്ട്, അവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ അഡീഷണൽ ടിക്കറ്റ് എടുക്കണം. പക്ഷേ നമ്മൾ മ്യൂറൻ വരെ മാത്രമേ പോകുന്നുള്ളൂ, നമുക്ക് ഫ്രീ ആയിട്ട് പോവാം. ഓൾറെഡി നമ്മുടെ കയ്യിൽ പാസ് ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിലോട്ട് പോവുകയാണ്. അതായത് ഇതിലോട്ട് കയറുന്ന ടിക്കറ്റ് നമ്മൾ കാണിക്കേണ്ട ഏരിയയിലോട്ട് പോവുകയാണ്. ഇതാണ് ഇവിടെ നമ്മൾ ടിക്കറ്റ് നമ്മൾ സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് കയറാൻ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റ് നമ്മളിവിടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കട്ടെ കേട്ടോ, കയറാൻ പറ്റുമോ എന്നുള്ളത്. ഇതവിടെ ഒരു മെഷീൻ കണ്ടോ നിങ്ങൾ? ഈ മെഷീനിലാണ് നമ്മൾ സ്കാൻ ചെയ്യേണ്ടത്. നമ്മൾ ഉള്ളിൽ കയറിയിട്ടോ. നമ്മുടെ കയ്യിൽ സേവർ ഡേ പാസ് ഉണ്ട്. അപ്പോൾ സേവർ ഡേ പാസ് മതി നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. സോ വെയിറ്റിംഗ് ആണ്, കേബിൾ കാറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കുറച്ച് സമയം എടുക്കും വരാൻ. അത് ഒറ്റയ്ക്ക് പോകുന്നതല്ല, എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്ന വലിയ ടൈപ്പ് കേബിൾ കാറാണ്. ഇവിടെ ആ കേബിൾ കാറിനെ സംബന്ധിച്ച കുറച്ച് വിവരങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എത്ര പേർക്ക് അറ്റ് ടൈം പോകാൻ പറ്റും, അതുപോലെ തന്നെ എത്ര ഹൈറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ജർമ്മനിലാണ്, എന്നിരുന്നാലും ഇതാണ് ഡീറ്റെയിൽസ് അവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കേബിൾ കാറിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടോ. അറ്റ് ടൈം ഒരു 85 ആൾക്ക് വരെ പോകാൻ പറ്റുന്ന ഒരു വലിയ കേബിൾ കാറാണ് കേട്ടോ ഇത്. ഞാനിവിടെ നിൽക്കുകയാണ് കേട്ടോ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഉണ്ടോ, ആ ഒരു വീലിലൂടെയാണ് ഇത് മേലോട്ട് കയറി പോകുന്നത്. ഇതതിൻ്റെ പില്ലറാണ് കേട്ടോ. കേബിൾ കാർ സ്റ്റാർട്ടായി കേട്ടോ. നമ്മൾ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുത്തനെ സ്റ്റീപ്പായിട്ടാണ് നമ്മൾ പോവുക, നേരെ മേലോട്ട്, അല്ലാതെ ചെരിഞ്ഞിട്ടോ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ പോകുന്ന ഹൈറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ഫീലിംഗ് ആണിത്. നമ്മളിതുപോലത്തെ കേബിൾ കാർ ഇതിന് മുന്നേ പോയിട്ടുണ്ട്, ടിറ്റ്ലിസ്റ്റിൽ പോയ സമയത്ത്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, എന്നിരുന്നാലും നമ്മൾ പോയിട്ടുണ്ട്. ഇത് കേട്ടോ, നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇത്ര പെട്ടെന്ന് ഇത്ര ഹൈറ്റിലെത്തി. അത്യാവശ്യം സ്പീഡിലാണ്, അത്യാവശ്യം വലിയ കേബിൾ കാറാണ്. ഒരു 5 മിനിറ്റിൽ തന്നെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തും കേട്ടോ. മ്യൂറൻ എന്ന് പറഞ്ഞ ഏരിയയിലെത്തും. പക്ഷേ ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ കാഴ്ചകളാണ് ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏകദേശം ഫുള്ളാണ് കേട്ടോ നമ്മുടെ ഈ പറയുന്ന കേബിൾ കാറ്. ഒരു 50 ആളുടെ അടുത്ത് ഈ കേബിൾ കാറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിലവിലുണ്ട്. ഇത്രയും വെയിറ്റ് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന അത്രയും ജയൻ്റ് ആയിട്ടുള്ളൊരു കേബിൾ കാറാണിത് കേട്ടോ. നിങ്ങൾക്കതിൻ്റെ വ്യൂ ഞാൻ പുറത്തുനിന്ന് പിന്നെ കാണിച്ചു തരാം. ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു വ്യൂ കണ്ടോ? അത്യാവശ്യം ഹൈറ്റിലെത്തി. ഇപ്പോൾ ഇനിയും പോവും മേലോട്ട് തന്നെ. നമ്മൾ ഏകദേശം ടോപ്പിലെത്തിയിട്ടോ. ഇനി ഇവിടെ ഒരു പില്ലറുണ്ട്. താഴത്തുനിന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പില്ലർ ഈ പറയുന്ന ഒരു പില്ലറാണ്. ഇതിന് തൊട്ട് അതുവരെ പിന്നെ ഇടയിൽ പില്ലറുകളൊന്നുമില്ല കേട്ടോ. കണ്ടോ, കുറച്ചും കൂടി മേലെ പോകാനുണ്ട്. ഇതാണ് സെക്കൻഡ് പില്ലർ. ഇനി അടുത്ത പില്ലറിൽ നമ്മുടെ ഈ യാത്ര എൻഡ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഭയങ്കര സേഫ്റ്റിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ജയൻ്റ് ആയിട്ടുള്ള കമ്പിയുടെ മുകളിലാണ് ഇത് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സേഫ്റ്റിക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല. നമ്മൾ കണ്ടോ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ഇതുവരെ നമ്മൾ സ്റ്റീപ്പായിട്ടുള്ള കയറ്റാണ് കയറിയിരുന്നത്. ഇനി കുറച്ച് ഫ്ലാറ്റ് ഏരിയയാണ്. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ പ്യുവർ ഫ്ലാറ്റ് ഏരിയ അല്ല, അധികം ഉയരത്തിലല്ലാതെ താഴെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, അതാണ് പറഞ്ഞത്. എന്നിരുന്നാലും ചെരിഞ്ഞ പ്രതലം തന്നെയാണ് കേട്ടോ. ഭയങ്കര സ്റ്റീപ്പല്ല എന്ന് മാത്രം. ഇത്ര ഉയരത്തിലായിട്ട് പോലും അവിടെയും കൺസ്ട്രക്ഷൻസ് ഒരുപാടുണ്ട് കേട്ടോ. ബിൽഡിങ്ങുകൾ കണ്ടോ, ഹോട്ടൽസ് ആയിട്ടും വീടുകളായിട്ടും ഒരുപാടുണ്ട്.
ഇത് പക്ക ടൂറിസ്റ്റ് ഏരിയയാണ്. ഇവിടെ ഇപ്പോൾ വിൻ്റർ അല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഏരിയയ്ക്കൊക്കെ വരാൻ പറ്റുമോ അറിയില്ല. കാരണം അത്രയും മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളാണ്. ഇതിൻ്റെ ടോപ്പിലോട്ട് പോയി അവിടെ മഞ്ഞ് ഇപ്പോഴും ഉണ്ട്. വിൻ്റർ ഏകദേശം കഴിഞ്ഞിട്ട് സമ്മറിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും മുകളിൽ ഏറ്റവും ടോപ്പിൽ ഇപ്പോഴും മഞ്ഞ് തന്നെയാണ്. പക്ഷേ ഇവിടെ അത്ര മഞ്ഞില്ലാന്ന് മാത്രം. നമ്മൾ ഏകദേശം അതിൻ്റെ ഏറ്റവും എൻഡിലെത്തി, മ്യൂറൈൻ എന്ന് പറയുന്ന ഏരിയയിലെത്തി കേട്ടോ. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് മ്യൂറൈനിൽ. ഇങ്ങനെയാണ് താഴെ കണ്ട അതുപോലെ എൻട്രൻസ് പോലെ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ എക്സിറ്റും. അങ്ങനെ നമ്മൾ ആ കേബിൾ കാർ സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഇറങ്ങുമ്പോഴുള്ള കാഴ്ചയാണിത്. ഇവിടെ കുറേ ഹോട്ടൽസും അതുപോലെ തന്നെ വീടുകളും ഷോപ്പുകളൊക്കെ ഉണ്ട്. നമുക്കൊരു നടക്കാനുള്ള ഒരു ഏരിയ മാത്രമാണ് ഇവിടെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലോട്ട് പോകണം. അവിടെ നല്ല തിക്കായിട്ടുള്ള വിൻ്റർ സമയത്ത് എങ്ങനെയാണോ അതുപോലെ ഉള്ള, ഇവിടെ വിൻ്റർ സമയത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ടോപ്പിലുള്ളത്. അവിടെ ഫുള്ള് ഇപ്പോഴും മഞ്ഞ് തന്നെയാണ്. മഞ്ഞിൽ മൂടി കിടക്കുന്ന ഒരു പ്രദേശമാണ്. അങ്ങോട്ടെന്തായാലും ഇപ്പോൾ നമ്മൾ എന്തായാലും പോകുന്നില്ല. നമ്മളിവിടെ മാത്രം കണ്ടിട്ട്, മ്യൂറൈൻ മാത്രം കണ്ടിട്ട് നമ്മൾ താഴോട്ട് പോകും. അതാണ് നമ്മുടെ പ്ലാൻ. ഇതും കാണാൻ അതിമനോഹരമായ ഒരു വില്ലേജാണ് കേട്ടോ. ഇവിടെ കാർ ഫ്രീ വില്ലേജ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു വണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ടു. പക്ഷെ ഗൂഗിള് പറയുന്നത് ഇത് കാർ ഫ്രീ വില്ലേജ് ആണ് എന്നാണ്. കാറുകൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഈ ഒരു വില്ലേജ് കാണാൻ അതിമനോഹരമാണ് കേട്ടോ. ചുറ്റും കാണുന്ന ഈ മലനിരകളും മൊത്തത്തിലുള്ള ഈ ഒരു വില്ലേജിൻ്റെ ഭംഗി ഒരുപാട് കൂട്ടുന്നുണ്ട്. താഴെ പച്ചപ്പിൻ്റെ ഭംഗിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മഞ്ഞിൻ്റെ സൗന്ദര്യമാണ് കാണാൻ സാധിക്കുക. ലോട്ടർബ്രൺ എന്ന് പറയുന്ന സ്ഥലം എല്ലാതും കൂടി അനുഗ്രഹിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. ഇനി ആ വെളുത്ത മഞ്ഞ് പുതച്ച് കിടക്കുന്ന മലകളെ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വന്ന കേബിൾ കാറാണ് കേട്ടോ. ഇതാണ് കേബിൾ കാറിൻ്റെ പുറത്തു നിന്നുള്ള വിഷ്വൽ. ഒരു ജയൻ്റ് ആയിട്ടുള്ള കേബിൾ കാറാണിത്. 85 ആൾക്ക് ഒരേ സമയം യാത്ര ചെയ്യാൻ പറ്റുന്ന കേബിൾ കാർ. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ അതിൻ്റെ സൈസ്. ഇത്രയും വലിയ കേബിൾ കാർസ് നമ്മുടെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇവിടെ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതുപോലുള്ള മഞ്ഞ് പ്രദേശങ്ങളിലോട്ട് അല്ലെങ്കിൽ ഹിൽസിൻ്റെ മുകളിലോട്ടൊക്കെ കയറാൻ ഇത്തരം കേബിൾ കാർസ് എല്ലാ ഡെസ്റ്റിനേഷൻസിലും യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും മ്യൂറൈൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു വട്ടം കൂടി ചിലപ്പോൾ ഇവിടേക്ക് വരാൻ സാധിച്ചില്ല എന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്ന സ്ഥിതിക്ക് നമ്മൾ മൊത്തം കണ്ടിട്ടേ ഇവിടെ നിന്ന് പോവുള്ളൂ. കണ്ടോ മഞ്ഞ് വീണ് കിടക്കുന്നത്. ഇവിടെയും മഞ്ഞ് വീഴ്ചയുണ്ട്. മഞ്ഞ് ഇത് കുറച്ച് പഴയ മഞ്ഞാണ്. നല്ല കട്ട പിടിച്ച് നല്ല ബലത്തിൽ കിടക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഹോട്ടൽസാണ്. കണ്ടോ ഹോട്ടൽ പേരെന്താ ചെയ്തിരിക്കുന്നത് വായിക്കാൻ പറ്റുന്നില്ല. ഇതാണ് മ്യൂറൈൻ്റെ കാഴ്ചകൾ. എല്ലായിടത്തും സ്വിറ്റ്സർലാൻഡിൻ്റെ ഫ്ലാഗുകൾ പതിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീടിൻ്റെ വിൻഡോയുടെ മുകളിലും ഈ പറയുന്ന ബിൽഡിങ്ങിൻ്റെ കണ്ടോ റൂഫിൻ്റെ മുകളിലും. എനിക്ക് ഈ ഫ്ലാഗ് വലിയ ഇഷ്ടമാണ് കാണാൻ. ഇവരുടെ ഫ്ലാഗ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. തണുപ്പ് ഇത്തിരി കുറഞ്ഞുകൊണ്ടാണ് തോന്നുന്നു. ദേവുട്ടിക്കും വിജിക്കും ഐസ്ക്രീം തിന്നണമെന്നുള്ള ഭയങ്കരമായ ആഗ്രഹം. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറേ കാലമായി ഐസ്ക്രീം കഴിച്ചിട്ട്, അപ്പോൾ ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാമെന്നുള്ള പ്ലാനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഷോപ്പ് നോക്കിയിട്ട് അങ്ങനെ തപ്പി പിടിച്ച് ഞങ്ങൾക്ക് ഐസ്ക്രീം കിട്ടിയിട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും ഒരു ഐസ്ക്രീം വാങ്ങി തണുപ്പത്ത് ഐസ്ക്രീമും കഴിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വലിയ തണുപ്പൊന്നുമില്ല, എന്നിരുന്നാലും ചെറിയ രീതിയിൽ തണുപ്പുണ്ട്. ഇപ്പോൾ ഈ ഒരു മലയുടെ മുകളിൽ കയറിയപ്പോൾ അതിൻ്റേതായ ഒരു തണുപ്പ് ഇവിടെ ഉണ്ട്.
ദേവുട്ടി ഐസ്ക്രീം കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. കുറേ നാളായി അവൾ ഐസ്ക്രീം കഴിച്ചിട്ട്. കാരണം തൊണ്ടവേദന പെട്ടെന്ന് വരുന്നതുകൊണ്ട് തന്നെ ഐസ്ക്രീമൊന്നും കൊടുക്കാറില്ല. കുറേ നാളായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഐസ്ക്രീം മേടിച്ചതാണ്. മ്യൂറിന് എങ്ങനെയുണ്ട്? മ്യൂറിനൊരു അടിപൊളി പ്ലേസാണ് കേട്ടോ. സൂപ്പർ സ്വർഗം എന്നൊക്കെ പറയാം. ഇതുപോലത്തെ സ്ഥലമാണ്. നല്ല നല്ല വ്യൂസും അടിപൊളി കൺസ്ട്രക്ഷൻസും നല്ല വെതറും അടിപൊളിയാണ് കേട്ടോ. ലൈഫിലൊരിക്കലും ഇവിടെ വന്ന് കാണേണ്ടതാണ്. അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞു, നമ്മൾ താഴെ പോവാണ്. ഇതിൻ്റെ പീക്കിലോട്ടും പോകാനുള്ള കേബിൾ കാറൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളത് എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ എടുത്ത സേവർ ഡേ പാസിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു ഇങ്ങോട്ടുള്ള കേബിൾ കാർ. ഇനി ഇതിൻ്റെ മേലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ വീണ്ടും ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ പോകുന്നില്ല കേട്ടോ. അങ്ങനെ തിരിച്ച് നമ്മൾ കേബിൾ കാറിൻ്റെ സ്റ്റേഷന് മുന്നിലെത്തി. ഇവിടെ ആ ഒരു കേബിൾ കാറിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഹിൽസിൻ്റെ മുകളിലോട്ട് പോകുന്നതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിൽ കയറി. പ്രാവശ്യം ഇങ്ങോട്ട് വരുന്നതിനെക്കാട്ടും തിരക്കാണ് അങ്ങോട്ട് താഴോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇത് തിരക്കാണ്, ഇരിക്കാനൊന്നും സ്ഥലം കിട്ടിയില്ല ആർക്കും. ഞങ്ങളെല്ലാവരും നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ താഴെ എത്തിയിട്ടോ. തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ കേബിൾ കാറിൻ്റെ ഉള്ളിൽ നിന്നൊന്നും എടുത്തിട്ടില്ല. കാരണം അവിടെ നിൽക്കാൻ പോലും മര്യാദയ്ക്ക് സ്ഥലമില്ല, അത്രയും തിരക്കായിരുന്നു കേബിൾ കാറിൻ്റെ ഉള്ളിൽ. താഴെ ഇറങ്ങി ഞങ്ങൾ ഈ കേബിൾ കാറിൻ്റെ സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇവിടെ ബസ് വരും. ബസ് വന്നാൽ തിരിച്ച് ലോട്ടർബൺ സ്റ്റേഷനിലോട്ട്, റെയിൽവേ സ്റ്റേഷനിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഞങ്ങളിവിടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇത് കേബിൾ കാർ സ്റ്റേഷൻ്റെ പുറത്ത് നിന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടോ. അവിടെയുണ്ട് ഒരു ചെറിയ വെള്ളച്ചാട്ടം. പിന്നെ ഇവിടെ പാരാഗ്ലൈഡിങ് പോലെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് വേറെ സ്ഥലങ്ങളിൽ. അതുപോലെ തന്നെ നമുക്ക് ഹെലികോപ്റ്റർ റൈഡും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ ബസ് വന്നു. ബസ്സിൽ കയറി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ വന്നു, ട്രെയിനിൽ കയറിയിട്ടോ. ഇതാണ് ട്രെയിൻ. നമുക്ക് തിരിച്ച് സൂറിക്കിലോട്ട് പോകാനുള്ള ട്രെയിനാണ് ഇത്. അതിൻ്റെ ഓപ്പോസിറ്റ് വേറെ ഒരു ട്രെയിൻ നിൽക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ട്രെയിൻ തന്നെയാണ് നമ്മുടെ ട്രെയിനും. നമ്മളതിൽ കയറി. അപ്പോൾ ലോട്ടർബ്രണ്ണിൻ്റെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. വളരെ മനോഹരമായൊരു സ്ഥലമാണ് ലോട്ടർബ്രണ്ണൻ. സ്വിറ്റ്സർലാൻഡിൽ തന്നെ ഏറ്റവും മനോഹരമായ സ്ഥലമെന്ന് ഞാൻ പറയും. കാരണം അത്രയ്ക്ക് ഇഷ്ടമായി എനിക്ക് ഈ ഒരു ലോട്ടർബ്രണ്ണൻ ട്രിപ്പും ഇവിടുത്തെ കാഴ്ചകളും. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ഈ കാഴ്ച ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.